ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 8-ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ജബ് സിനിമ നെ ബോൽന സീഖ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ജബ് സിനിമ നെ ബോൽന സീഖ. वे सभी सजीव हैं, सांस ले रहे हैं, 100% बोल रहे हैं. 78 मुर्दा इंसान जिंदा हो गए, उनको बोलते ये बातें करते देखो. देश की पहली सवाक फिल्म आलम आरा के पोस्टरों पर विज्ञापन की ये पंक्तियाँ लिखी हुई थी. അപ്പോൾ ആദ്യത്തെ ദേശ് की पहली सवाक फिल्म, അതായത് ഈ ഭാരതത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന മൂവി ആലം ആര, അതിൻ്റെ ആ ഫിലിമിൻ്റെ പോസ്റ്ററിൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നൽകിയിരിക്കുന്ന വരികളാണിത്. വെ സഭി സജീവ് ഹേ, എല്ലാവരും ജീവനുള്ളതാണ്, അതായത് സജീവമാണ്, എല്ലാവരും ശ്വാസമെടുക്കുന്നു, 100% സംസാരിക്കുകയാണ് അവർ. 78 മുർദ ഇൻസാൻ, ഡെഡ് പീപ്പിൾ അല്ലേ, ആളുകൾ, മരിച്ച ആളുകൾ ജീവൻ എടുക്കുകയാണ് ഇതിൽ. ജിന്ദാ ഹോ ഗയ, ഉनको बोलते बातें करते देखो, അവർ സംസാരിക്കുന്നതും തമ്മിൽ സംസാരിക്കുന്നതും കാണുക. देश की पहली सवाक फिल्म आलम आरा के पोस्टरों पर विज्ञापन की ये पंक्तियाँ लिखी हुई थी. അപ്പോൾ ആദ്യത്തെ സംസാരിക്കുന്ന മൂവി ആലം ആര ഭാരതത്തിൽ. അപ്പോൾ 14 मार्च 1931 की वह ऐतिहासिक तारीख भारतीय सिनेमा में बड़े बदलाव का दिन था. അപ്പോൾ 14 മാർച്ച് 1931 അതൊരു എന്താണ്, ഹിസ്റ്റോറിക്കൽ ഡേറ്റ് ആണ് ഭാരതത്തിന് വേണ്ടിയിട്ട്. അതായത് ഭാരതീയ സിനിമയുടെ ഒരു ചേഞ്ചസ്, ഭാരതീയ സിനിമയിൽ ഒരു ചേഞ്ചസ് വരുത്തിയ ദിവസമാണത്. കാരണം അത്രയും കാലം സൈലൻറ്റ് മൂവീസ് ആയിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത്. ആ സൈലൻറ്റ് മൂവീസ് മാറിയിട്ട് അതിനെ ശബ്ദീകരിച്ചിരിക്കുന്നു, ശബ്ദം നൽകിയിരിക്കുന്നു ആലം ആര എന്ന മൂവിയിൽ. ഇസി ദിൻ പഹലി ബാർ ഭാരത് കെ സിനിമ നെ ബോൽന സീഖാ താ. ഇതേ ദിവസമാണ് ആദ്യമായിട്ട് ഭാരതത്തിലെ സിനിമ സംസാരിക്കാൻ തുടങ്ങിയത്. ഹാലാങ്കി വഹ് ദൗർ ऐसा था जब मूक सिनेमा लोकप्रियता के शिखर पर था. എന്നിരുന്നാലും എന്താണ്, ആ സമയത്ത് സൈലൻറ്റ് മൂവീസിനായിരുന്നു ആളുകളുടെ ഇടയിൽ കൂടുതൽ പ്രചരിച്ചിരുന്നത്. ശിഖർ പർ था, അതായത് അറ്റ് ദ പീക്ക്, ആളുകളുടെ ഇടയിൽ ലോകപ്രിയത ഏറ്റവും കൂടുതൽ സൈലൻറ്റ് മൂവീസ് ആയിരുന്നു. എങ്കിൽ പോലും അത് ഭാരതത്തിന് വേണ്ടിയിട്ട് ഭാരതീയ സിനിമയ്ക്ക് തന്നെ ആദ്യത്തെ പഹലി ബാർ ഭാരത് കെ സിനിമാനെ ബോൽന സീഖ, ആദ്യമായിട്ട് ഭാരതത്തിൻ്റെ സിനിമ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. पहली बोलती फिल्म जिस साल प्रदर्शित हुई उसी साल कई मूक फिल्में भी विभिन्न भाषाओं में बनी. അപ്പോൾ ആദ്യമായിട്ട് ആ ബോൽത്തി ഫിലിം, അതായത് ശബ്ദീകരിച്ചിരിക്കുന്ന ആ ഫിലിം, ജിസ് സാൽ പ്രദർശിത് ഹുയി, ഏത് വർഷമാണോ അത് പ്രദർശിപ്പിക്കപ്പെട്ടത് അതേ വർഷം തന്നെ കുറേ സൈലൻറ്റ് മൂവീസ് കുറേ ഭാഷകളിൽ, വിഭിന്ന ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഗർ ബോൽത്തി ഫിൽമോं का नया दौर शुरू हो गया था. എന്നിട്ടും എന്താണ്, ബോൽത്തി ഫിലിമൊക്കെ, അതായത് ശബ്ദീകരിച്ചിരിക്കുന്ന സംസാരിക്കുന്ന മൂവീസ്, അതിൻ്റെ ആ കാലം, ആ ട്രെൻഡ് തുടങ്ങിയിരുന്നു. പഹലി ബോൽത്തി ഫിലിം ആലമാര ബനാനെ വാലെ ഫിലിംകാർ थे അർദേശിർ എം ഇറാനി. അപ്പോൾ ആദ്യത്തെ സംസാരിക്കുന്ന മൂവി ഉണ്ടാക്കിയത് ഫിലിംകാരായിരുന്നു അർദേശിർ എം ഇറാനി. അതായത് ആലമാര ഉണ്ടാക്കിയത് അർദേശിർ ഇറാനിയാണ്. അർദേശിറിനെ 1929 में हॉलीवुड की एक बोलती फिल्म शो बोट देखी और उनके मन में बोलती फिल्म बनाने की इच्छा जगी. അപ്പോൾ 1929 അദ്ദേഹം ഒരു ഹോളിവുഡ് മൂവി, സംസാരിക്കുന്ന മൂവി ഷോ ബോട്ട് കണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടാക്കാനുള്ള ആഗ്രഹം ജനിച്ചു. पारसी रंगमंच के एक लोकप्रिय नाटक को आधार बनाकर उन्होंने अपनी फिल्म की पटकथा बनाई. അപ്പോൾ പാർസി രംഗമഞ്ച് കെ एक लोकप्रिय नाटक. അപ്പോൾ അദ്ദേഹം പാർസി ആയിരുന്നു, ഇറാനി, അപ്പോൾ പാർസി ആയിരുന്നു. അപ്പോൾ പാർസി രംഗമഞ്ച്, അതായത് ഒരു നാടകവേദിയിൽ അദ്ദേഹം എന്താണ്, ഒരു ലോകപ്രിയ നാടകമുണ്ടായിരുന്നു പാർസിയിലുള്ള. അപ്പോൾ അതിനെ ആധാരമാക്കിയിട്ട് അതിന് ബേസായിട്ട് അദ്ദേഹം എന്താണ്, ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയെടുത്തു, സ്ക്രിപ്റ്റ് ബനായി, पटकथा बनाई. इस नाटक के कई गाने ज्यों के त्यों फिल्म में ले लिए गए. അതുപോലെ തന്നെ, അതായത് ആ നാടകത്തിലെ പാട്ടുകൾ അതുപോലെ തന്നെ ആ ഫിലിമിലോട്ട് പകർത്തിയിരുന്നു. एक इंटरव्यू में अर्देशिर ने उस वक्त कहा था, हमारे पास कोई संवाद लेखक नहीं था, गीतकार नहीं था, संगीतकार नहीं था, इन सब की शुरुआत होनी थी. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർദേശിർ ഇറാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു ഡയലോഗ് റൈറ്ററോ അല്ലെങ്കിൽ ലിറിസിസ്റ്റോ, അതായത് പാട്ട് എഴുതുന്ന ആളോ മ്യൂസീഷ്യനോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ
അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് തുടക്കം ഇടേണ്ടതായിട്ടുണ്ടായിരുന്നത്. ശുരുവാത് ഹോനി थी. അർദേശ്വർ ने फिल्म के गानों के लिए स्वयं की धुनें चुनी. അദ്ദേഹം അതിനായിട്ടുള്ള പാട്ടിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഫിലിമിൻ്റെ പാട്ടിനായിട്ട് അദ്ദേഹം സ്വയം അതിനുള്ള മ്യൂസിക്, അതായത് ധുനയും ചുനി, അതിൻ്റെ ട്യൂണൊക്കെ അദ്ദേഹം തന്നെയാണ് ശരിയാക്കിയെടുത്തത്. ഫിലിം के संगीत में महज 3 वाद्य തബ്ല, ഹാർമോണിയം ഓർ വയലിൻ കാ ഇസ്തമാൽ കിയാ ഗയാ. അപ്പോൾ ആ ഫിലിമിൻ്റെ പാട്ടിനായിട്ട്, മ്യൂസിക്കിനായിട്ട് വെറും, അതായത് മെഹജ് എന്ന് പറഞ്ഞാൽ മിയർലി എന്ന് പറയില്ല, വെറും 3 വാദ്യോപകരണങ്ങളാണ് ഉപയോഗിച്ചത്. അതായത് തബ്ല, ഹാർമോണിയം, പിന്നെ വയലിൻ കാ ഇസ്തമാൽ കിയാ ഗയാ, അതാണ് ഉപയോഗിച്ചത്. आलम आरा में संगीतकार या गीतकार में स्वतंत्र रूप से किसी का नाम नहीं डाला गया. അപ്പോൾ ആലം ആറ അതിൽ ആ മൂവിയിൽ മ്യൂസീഷ്യനായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഗീത്കാർ, ലിറിസിസ്റ്റായിട്ടോ ഒന്നും സ്വതന്ത്ര രൂപ്സ്, അതായത് എല്ലാവരുടെയും പേരുകൾ അതിൽ സ്വതന്ത്രമായിട്ട് എഴുതിയിട്ടില്ല, അതിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ഇസ് ഫിലിമെ പെഹലെ പാർശ്വഗായക് ബനെ WM ഖാൻ. അപ്പോൾ പ്ലേബാക്ക് സിംഗർ, പാർശ്വഗായക്, പ്ലേബാക്ക് സിംഗറായിട്ട് ആദ്യമായിട്ട് പാടിയത് WM ഖാൻ ആയിരുന്നു. पहला गाना था दे दे खुदा के नाम पर प्यारे अगर देने की ताकत है എന്ന വരികളുള്ള പാട്ടായിരുന്നു ആദ്യത്തെ പാട്ട്. आलम आरा का संगीत उस समय डिस्क फॉर्म में रिकॉर्ड नहीं किया जा सका. फिल्म की शूटिंग शुरू हुई तो साउंड के कारण ही इसकी शूटिंग रात में करनी पड़ती थी. അപ്പോൾ ആലം ആരയുടെ സംഗീതം ആ സമയത്ത് ഡിസ്ക് ഫോമിലോട്ടായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഫിലിമിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സൗണ്ടുകൾ കാരണം, അതായത് പുറത്തുള്ള ആ ഡിസ്റ്റർബൻസ് കാരണം അവർക്ക് ഷൂട്ടിംഗ് രാത്രിയിലോട്ടാക്കി മാറ്റേണ്ടതായിട്ട് വന്നു. ഷൂട്ടിംഗ് रात में करनी पड़ती थी. അപ്പോൾ മൂക്ക് യുഗ് की अधिकतर फिल्मों को दिन के प्रकाश में शूट कर लिया जाता था. കാരണം സൗണ്ടിൻ്റെ പ്രശ്നമില്ലായിരുന്നു മൂക്ക് യുഗ് സൈലൻറ്റ് മൂവീസിൻ്റെ ആ കാലത്ത്. ഇപ്പോൾ മൂക്ക് യുഗ് की अधिकतर फिल्में, കൂടുതൽ ഫിലിമും രാവിലത്തെ സമയത്തായിരുന്നു ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്നത്, രാവിലത്തെ ആ വെളിച്ചത്തിൽ. മഗർ ആലം ആര की शूटिंग रात में होने के कारण इसमें कृत्रिम प्रकाश अव्यवस्था करनी पड़ी. അപ്പോൾ രാത്രിത്തെ സമയത്താണ് ആലം ആരയൊക്കെ ഷൂട്ടിംഗ് നടത്തിയത്, കാരണം സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ ആ സമയത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈറ്റ് സിസ്റ്റം, ലൈറ്റിൻ്റെ ആ വ്യവസ്ഥ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. यहीं से प्रकाश प्रणाली बनी जो आगे फिल्म निर्माण का ज़रूरी हिस्सा बनी. അപ്പോൾ യഹീ സെ പ്രകാശ് പ്രണാലി, അതായത് ലൈറ്റ് സിസ്റ്റം അതിൻ്റെയൊക്കെ ഇത് തുടങ്ങി. അത് കാരണം അതിന് ശേഷമാണ് പിന്നെ ഫിലിം നിർമ്മാൺ കാ ജറൂരി ഹിസ്സ ബനി, അത് പ്രകാശ് പ്രണാലി, അത് ലൈറ്റ് സിസ്റ്റമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഫിലിം ഫീൽഡിൽ. ഓക്കെ, അതിന് ശേഷം आलम आरा ने भविष्य के कई स्टार और टेक्नीशियन तो दिए ही, अर्देश्वर की कंपनी तक ने भारतीय सिनेमा के लिए 150 से अधिक मूक और लगभग 100 सवाक फिल्में बनाई. അപ്പോൾ ഞങ്ങളുടെ ഭാവിക്കായിട്ട് ഭാവി സ്റ്റാർസും പിന്നെ ടെക്നീഷ്യൻസും ഒക്കെ ആലം ആര നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല അർദേശ്വർ की कंपनी तक ने भारतीय सिनेमा के लिए, ഭാരതീയ സിനിമയ്ക്ക് വേണ്ടി അർദേശ്വറിൻ്റെ കമ്പനി 150-നേക്കാൾ അധികം സൈലൻറ്റ് മൂവീസും പിന്നെ 100 കണക്കിന് സവാക് ഫിലിം, 100 സവാക് മൂവീസ്, അതായത് ബോൾത്തി ഫിലിം ശബ്ദീകരിച്ചിരിക്കുന്ന മൂവീസും നൽകിയിരിക്കുന്നു. ആലം ആര ഫിലിം അറേബ്യൻ നൈറ്റ്സ് ജേസി ഫാൻറ്റസി थी. ആലം ആര എന്ന ഫിലിം അറേബ്യൻ നൈറ്റ്സിൽ എങ്ങനെയാണോ ഫാൻറ്റസീസ് ഉള്ളത് അതുപോലെ തന്നെ, അതായത് കൽപ്പനകളിങ്ങനെ, സങ്കല്പങ്ങളിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അറേബ്യൻ നൈറ്റ്സിനെ പോലെ തന്നെയായിരുന്നു ആലം ആര. फिल्म ने हिंदी उर्दू के मेल वाली हिंदुस्तानी भाषा को लोकप्रिय बनाया. അപ്പോൾ ആ ഫിലിമിൽ ഹിന്ദി ഉറുദു കെ മേൽ വാലി, അപ്പോൾ ഹിന്ദിയും ഉറുദുവും കൂടിയതാണ് ഹിന്ദുസ്ഥാനി ഭാഷ. ആ ഭാഷയിലാണ് ആ ഫിലിം ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് ഹിന്ദുസ്ഥാനി ഭാഷയിൽ. ഫിലിമിനെ ഹിന്ദി ഉറുദു കെ മേൽ വാലി ഹിന്ദുസ്ഥാനി ഭാഷക്കോ ലോകപ്രിയ ബനായ, അതിന് ആളുകളുടെ ഇടയിൽ കൂടുതൽ ഹിന്ദുസ്ഥാനി ഭാഷയ്ക്ക് കൂടുതൽ പ്രചരണം നൽകി. इसमें गीत, संगीत तथा नृत्य के अनोखे संयोजन थे. अनोखे संयोजन എന്ന് പറഞ്ഞാൽ യുണീക്ക് കോമ്പിനേഷൻ ഓഫ് പാട്ടുകളുടെയും പിന്നെ നൃത്യത്തിൻ്റെയും ഒക്കെ ഒരു യുണീക്ക് കോമ്പിനേഷൻ ആയിരുന്നു ആ ഫിലിം की നായിക സുബേദ തീ, നായക് തെ വിഠൽ. അപ്പോൾ നായിക സുബേദും നായകൻ വിഠലുമായിരുന്നു.
വേ ഉസ് ദൗർ കെ സർവാധിക് പാരിശ്രമിക് പാനെ വാലെ സ്റ്റാർ थे. ആ കാലത്തെ ആ യുഗത്തെ ഏറ്റവും കൂടുതൽ പരിശ്രമികളായിട്ടുള്ള നായകനും നായികയുമായിരുന്നു അവർ. ഉൻകെ ചയൻ കോ ലേക്കർ ഭി എക് കിസ്സ കാഫി ചർച്ചിത. അവരുടെ സെലക്ഷനെ പറ്റി, ചയൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ മൂവിക്ക് വേണ്ടിയിട്ടുള്ള ആ സെലക്ഷന് പറ്റിയിട്ടുള്ള കുറേ കഥകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതായത് കാഫി ചർച്ചിത് വിഷയ് എന്തായിരുന്നു കഥ അവരെ പറ്റിയുള്ളത്. വിഠൽക്ക് ഉറുദു ബോൽനെ മുഷ്കിലെ ആത്തി थी. വിഠലിന് ഉറുദു സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. പഹലെ ഉൻകാ ബതൗർ നായക് ചയൻ കിയാ ഗയാ. ആദ്യം അവരുടെ സെലക്ഷൻ, നായകനായിട്ടുള്ള സെലക്ഷൻ തിരഞ്ഞെടുക്കൽ നടക്കുമ്പോൾ മഗർ ഇസി കമ്മിക്ക് കാരണം നടക്കുന്ന സമയത്ത്, സെലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതേ കുറവ് കാരണം, അതായത് ഉറുദു സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന ആ കുറവ് കാരണം അദ്ദേഹത്തെ, വിഠലിനെ ആ പൊസിഷനിൽ നിന്നും, നായകൻ്റെ ആ പൊസിഷനിൽ നിന്നും മാറ്റിയായിരുന്നു. ഹട്ടാക്കർ ഉൻകി ജഗ മെഹബൂബ് കോ നായക് ബനാ ദിയാ ഗയാ. അദ്ദേഹത്തിന് പകരം മെഹബൂബിനെ നായകനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വിഠൽ നാരാസ് ഹോ ഗയ. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് അപ്ന ഹക്ക് പാനെ കെ ലിയെ, അദ്ദേഹത്തിൻ്റെ അധികാരം ലഭിക്കാനായിട്ട്, ഹക്ക് പാനെ കെ लिए उन्होंने मुकदमा कर लिया. അദ്ദേഹം കോർട്ടിൽ കേസ് കൊടുത്തു. उस दौर में उनका मुकदमा मोहम्मद अली जिन्ना ने लड़ा, जो तब के मशहूर वकील हुआ करते थे. उस दौर में ആ കാലത്ത് ഫേമസ് ആയിട്ടുള്ള വക്കീലായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ മുഹമ്മദ് അലി ജിന്നയാണ് വിഠലിന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ചത്. വിഠൽ മുക്കദ്ദമ ജീത്തെ ഓർ ഭാരത് കി പഹലി ബോൾത്തി ഫിലിം കെ നായക് ബനെ. അപ്പോൾ വിഠൽ അങ്ങനെ കോടതിയിൽ കേസ് ജയിച്ചു. എന്നിട്ട് ഭാരതത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന ഫിലിമായ ആലമാരയിലെ നായകനായിട്ട് മാറുകയും ചെയ്തു. ഉൻകി കാമയാബി ആകെ ഭി ജാരി രഹി. മറാഠി और हिंदी फिल्मों में वे लंबे समय तक नायक और स्टंटमैन के रूप में सक्रिय रहे. അപ്പോൾ ഉൻകി കാമയാബി ആകെ ഭി ജാരി, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ സക്സസ് അങ്ങനെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയി. कामयाबी എന്ന് പറഞ്ഞാൽ सक्सेस. मराठी और हिंदी फिल्मों में लंबे समय तक नायक और स्टंटमैन के रूप में, നായകൻ്റെയും സ്റ്റണ്ട്മാൻ്റെ രൂപത്തിലും മറാഠിയിലും ഹിന്ദി ഫിലിമിലും ഒരുപോലെ അദ്ദേഹം സക്രിയനായിരുന്നു. അതായത് അദ്ദേഹം ആക്റ്റീവായിരുന്നു. നായകൻ്റെ രൂപത്തിലും സ്റ്റണ്ട്മാൻ്റെ രൂപത്തിലും വളരെയധികം കാലത്തേക്ക് അദ്ദേഹം ആക്റ്റീവായി നിന്നു. इसके अलावा आलम आरा में सोहराब मोदी, पृथ्वीराज कपूर, याकूब और जगदीश सेठी जैसे अभिनेता भी मौजूद रहे. അപ്പോൾ ആലം ആര എന്ന ആ ഫിലിമിൽ സോഹറാബ് മോദി, പൃഥ്വിരാജ് കപൂർ, യാക്കൂബ്, ജഗദീഷ് സേഠി ഇത്രയും അഭിനേതാക്കളും അതിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൗജൂദ് രഹെ, പ്രസൻ്റ് ആയിരുന്നു. ആകെ ചൽക്കർ ജോ ഫിലിം ഉദ്യോഗ് കെ പ്രമുഖ് സ്തംഭ് ബനെ. ഈ 4 പേരും പിന്നെ മുമ്പിൽ ഫിലിം ഫീൽഡിൽ വളരെയധികം ബേസ് കൊടുത്തവരെന്ന് തന്നെ പറയാം. അതായത് പ്രമുഖ് സ്തംഭ് എന്ന് പറഞ്ഞാൽ തൂണുകൾ, മെയിനായിട്ടുള്ള തൂണുകൾ തന്നെയായിരുന്നു ഇവർ. അതായത് ജഗദീഷ് ഷെട്ടി, പൃഥ്വിരാജ് കപൂർ, സോഹറാബ് മോദി, യാക്കൂബ് ഇവർ. यह फिल्म 14 मार्च 1931 को मुंबई के मेजेस्टिक सिनेमा में प्रदर्शित हुई. ഈ ഫിലിം 14 മാർച്ച് 1931 ബോംബെയിലെ മെജസ്റ്റിക് സിനിമ ഹാളിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്. फिल्म 8 सप्ताह तक हाउसफुल चली और भीड़ इतनी उमड़ती थी कि पुलिस के लिए नियंत्रण करना मुश्किल हो जाया करता था. അപ്പോൾ 8 ആഴ്ചയോളം ഹൗസ്ഫുൾ ആയിട്ടാണ് ഇത് ഓടിയത് ഈ ഫിലിം. അപ്പോൾ ഭീഡ് ഇത്നി ഉമർത്തി തി, ആ സമയത്ത് തിരക്കിങ്ങനെ കൂടി വരികയാണ്. ഉമടന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടുക പെട്ടെന്ന്. അപ്പോൾ പോലീസ് കെ ലിയെ നിയന്ത്രൺ കർണ മുഷ്കിൽ ഹോ ജായാ കർത്താ था. അപ്പോൾ പോലീസുകാർക്ക് ആ തിരക്ക്, ആളുകളുടെ ആ ബഹളം അത് കൺട്രോൾ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. അത് മുഷ്കിൽ ഹോ ജായാ കർത്താ था, അവർക്ക് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുമായിരുന്നു. സമീക്ഷകോं ने इसे भड़कीली फैंटेसी फिल्म करार कर दिया था, मगर दर्शकों के लिए यह फिल्म एक अनोखा अनुभव थी. അപ്പോൾ സമീക്ഷകവും, അതായത് ക്രിട്ടിക്സ്, വിമർശകർ, സമീക്ഷകോംനെ ഇസെ ഭഡ്കീലി ഫാൻറ്റസി, ഭഡ്കീലി എന്ന് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് ഭാവനകളുള്ള ഒരു ഫിലിമാണ് ഇത് എന്നാണ് അവർ ഇതിനെ സർട്ടിഫൈ ചെയ്തത്. ഫിലിം കരാർ കർ ദിയാ था, മഗർ ദർശകോं के लिए यह फिल्म एक अनोखा अनुभव थी. അപ്പോൾ അവർക്ക്, ദർശകർക്കാണെങ്കിലോ കാണുന്നവർക്കാണെങ്കിൽ ദർശകോं के लिए यह फिल्म एक अनोखा अनुभव था. ദർശകർക്ക് ഇതെന്താണ്, ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്, അതുല്യമായിട്ടുള്ള ഒരു അനുഭവമാണെന്നാണ് അവർ പറഞ്ഞത്. यह फिल्म 10,000 फुट लंबी थी और इसे 4 महीनों की कड़ी मेहनत से तैयार किया गया था. അപ്പോൾ ഈ ഫിലിം 10,000 ഫുട്ട് നീളത്തിൽ ഉള്ള റോളായിരുന്നു. और इसे 4 महीनों की, അതായത് 4 മാസത്തിൻ്റെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് ഇത് ഉണ്ടായിത്തീർന്നത്, ഈ ഫിലിം കംപ്ലീറ്റ് ആയത്.
सवाक फिल्मों के लिए पौराणिक कथाओं, पारसी रंगमंच के नाटकों, अरबी प्रेम कथाओं को विषय के रूप में चुना गया. അപ്പോൾ സവാക് ഫിൽമോं के लिए ഈ ശാബ്ദീകരിച്ചിട്ടുള്ള മൂവീസിന് വേണ്ടിയിട്ട്, ഫിലിംസിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യാറുള്ള വിഷയങ്ങളായിരുന്നു പൗരാണിക കഥകളും, പിന്നെ പാർസി തിയേറ്റേഴ്സിലെ നാടകങ്ങളും, പിന്നെ അറബി പ്രേമകഥകളും, അറബി ലവ് സ്റ്റോറീസും ഒക്കെയാണ് വിഷയമായിട്ട് അവർ സെലക്ട് ചെയ്തത്. ഇൻകെ അലാവ കई സാമാജിക് വിഷയവും വാലി ഫിൽമേ भी बनी. ആ സമയത്ത് ഇതല്ലാതെ, ഈ വിഷയങ്ങളല്ലാതെ സാമൂഹിക വിഷയങ്ങളും അവർ സെലക്ട് ചെയ്യുമായിരുന്നു ഫിലിമിന് വേണ്ടിയിട്ട്. അപ്പോൾ ऐसी एक फिल्म थी ഖുദാ കി ഷാൻ. അങ്ങനെയുള്ള ഒരു ഫിലിമായിരുന്നു ഖുദാ കി ഷാൻ. സാമൂഹിക വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫിലിമായിരുന്നു ഖുദാ കി ഷാൻ. ഇസ്മേ കിർദാർ മഹാത്മാഗാന്ധി ജൈസാ था. ഇതിലൊരു ക്യാരക്ടർ, അതായത് കഥാപാത്രം മഹാത്മാഗാന്ധിയുടെ പോലെയായിരുന്നു കിർദാർ. അപ്പോൾ इसके कारण സവാക് സിനിമ को ബ്രിട്ടീഷ് പ്രശാസകോं की तीखी नज़र का सामना करना पड़ा. ഇതേ കാരണം കൊണ്ട് തന്നെ, അതായത് മഹാത്മാഗാന്ധി എന്നൊരു കഥാപാത്രം ആ ഫിലിമിൽ മഹാത്മാഗാന്ധിയെ പോലത്തെ ഒരു കഥാപാത്രം ആ ഫിലിമിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഈ സവാക് സിനിമ അതിന് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ എതിർപ്പ് സഹിക്കേണ്ടതായിട്ട് വന്നത്. തീഖി നസർ കാ സാമ്ന കർണ പട. തീഖി നസർ എന്ന് പറയുന്ന ഷാർപ്പ് ഐസ്, അതായത് എതിർപ്പ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീഖി നസർ കാ സാമ്ന കർണ പട. അവർക്കത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സവാക് സിനിമയ്ക്ക് നയെ ദൗർ की शुरुआत कराने वाले, അതായത് ഒരു പുതിയ യുഗത്തിൻ്റെ തന്നെ തുടക്കമിട്ട നിർമ്മാത നിർദ്ദേശക്, അതായത് പ്രൊഡ്യൂസറും ഡയറക്ടറുമൊക്കെ ആയ അർദേഷിർ ഇത്രേ ഇത്രയധികം വിനമ്രനായിരുന്നു, അതായത് പൊളൈറ്റായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന് സമ്മാനിതനാക്കി. അതായത് 1956 ആലമാറയുടെ 25 വർഷം പ്രദർശനം പൂർത്തീകരിച്ച ആ വർഷം അദ്ദേഹത്തിന് സമ്മാനിതനാക്കി, അതായത് സമ്മാനിത് കിയാ ഗയ. और उन्हें भारतीय सवाक फिल्मों का पिता, भारतीय सवाक फिल्मों का पिता एना कहा गया. तो उन्होंने उस मौके पर कहा था, मुझे इतना बड़ा खिताब देने की ज़रूरत नहीं है, मैंने तो देश के लिए अपने हिस्से का ज़रूरी योगदान दिया है. അപ്പോൾ 1956 അദ്ദേഹം സമ്മാനിതനായപ്പോൾ, അതായത് 25 വർഷം ആലമാരയുടെ പ്രദർശനത്തിൻ്റെ കംപ്ലീറ്റ് ആയപ്പോൾ അദ്ദേഹം സമ്മാനിതനാവുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ആ അവസരത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. മോക്കെ पर, അതായത് ആ അവസരത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. മുझे इतना बड़ा खिताब देने की ज़रूरत नहीं है, എനിക്ക് ഇത്രയും വലിയൊരു പദവി നൽകേണ്ട ആവശ്യം ഒന്നുമില്ല. मैंने तो देश के लिए अपने हिस्से का ज़रूरी योगदान दिया है, ഞാൻ ഈ ദേശത്തിന് വേണ്ടി തൻ്റെ ഒരു പങ്ക് സംഭാവനയായിട്ട് നൽകി എന്ന് മാത്രം. ജറൂരി യോഗ്ദാൻ, ആവശ്യമുള്ള ഒരു യോഗ്ദാനം, അതായത് ആവശ്യമുള്ള ഒരു സംഭാവന നൽകി എന്ന് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. जब पहली बार सिनेमा ने बोलना सीख लिया, सिनेमा में काम करने के लिए पढ़े लिखे अभिनेता अभिनेत्रियों की ज़रूरत भी शुरू हुई, क्योंकि अब संवाद भी बोलने थे, सिर्फ अभिनय से काम नहीं चलने वाला था. അപ്പോൾ ആദ്യമായിട്ട് സിനിമ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സിനിമയിൽ ജോലി ചെയ്യാനായിട്ട് വരുന്ന അഭിനേതാക്കൾക്കും അഭിനേത്രികൾക്കും അവർ എങ്ങനെയുള്ളവരായിരുന്നു വേണ്ടിയിരുന്നത്? പഠിലിക്ക്, അതായത് എഴുതാനും വായിക്കാനും അറിയുന്ന അഭിനേതാക്കളും അഭിനേത്രികളും ആയിരുന്നു അവിടെ ആവശ്യം. കി ജറൂരത് ബി ശുരു ഹുയി, അങ്ങനെ അതിൻ്റെ ആവശ്യം വന്നു തുടങ്ങി. ക്യോങ്കി അബ് സംവാദ് ബി ബോൽനെ തെ, അതായത് സംഭാഷണം വന്നു തുടങ്ങി. അപ്പോൾ സംഭാഷണത്തിനായിട്ട് എഴുതാനും വായിക്കാനുമുള്ള അറിവ് വേണ്ടിയിരുന്നു. സിർഫ് അഭിനയസെ കാം നഹി ചലനെ വാലാ താ, വെറും അഭിനയം അറിഞ്ഞാൽ മാത്രം പോരായിരുന്നു. അപ്പോൾ സംഭാഷണത്തിനായിട്ട് എഴുതാനും വായിക്കാനുമുള്ള അറിവ് അഭിനേതാക്കൾക്കും അഭിനേത്രികൾക്കും ആവശ്യമായി വന്നു. मूक फिल्मों के दौर में तो पहलवान जैसे शरीर वाले, स्टंट करने वाले और उछल कूद करने वाले अभिनेताओं से काम चल जाया करता था. मूक फिल्मों में, അതായത് സൈലൻറ്റ് മൂവീസിൽ എങ്ങനെയായിരുന്നു? പെഹൽവാൻ ജെസെ ശരീർ വാലെ, അതായത് ഗുസ്തിക്കാരുടെ ശരീരമുള്ളവരും പിന്നെ സ്റ്റണ്ട് ചെയ്യുന്നവരും പിന്നെ ഉച്ചൽ തുള്ളിച്ചാടിയൊക്കെ ഇങ്ങനെ ആക്ടിങ്ങിന് മാത്രം, ശരീരത്തിൻ്റെ ആ മൂവ്മെൻറ്റ് കൊണ്ടുള്ള ആക്ടിങ്ങിന് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ മൂക്ക് ഫിലിമോമേ, അതായത് സൈലൻറ്റ് മൂവീസിൽ. അതുകൊണ്ട് അത് മാത്രം വേണ്ടിയിരുന്നു. അബ് ഉന്നെ സംവാദ് ബോൽനാ താ, ഇനി അവർക്ക് ഈ സവാക് ഫിൽമേ ആനേക്ക് ബാദ്, സവാക് ഫിൽമിയിൽ എങ്ങനെയാണ് സംവാദ് ബോൽനാ താ, അതായത് സംഭാഷണത്തിൻ്റെ ആവശ്യം വന്നു. और गायन की प्रतिभा की कद्र भी होने लगी थी. അപ്പം അതിനും വില കൊടുക്കാൻ തുടങ്ങി, അതായത് പാട്ടിൻ്റെ ആ കഴിവിനും വില കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ इसलिए ആലമാര के बाद
आरंभिक सवाक दौर की फिल्मों में कई गायक अभिनेता बड़े पर्दे पर नजर आने लगे. അപ്പോൾ ആലമാരയ്ക്ക് ശേഷം അതുകൊണ്ട് തന്നെ അതായത് പാട്ടിനും ഇമ്പോർട്ടൻസ്, പാട്ടിൻ്റെ ആ കഴിവിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി, പിന്നെ സംഭാഷണത്തിനും. അപ്പോൾ ഈ ആലമാര തുടങ്ങിയതിന് ശേഷം ആരംഭിക് സവാക് ദോർ കി ഫിലിമോമേ, അതായത് തുടക്കം സവാക് ഫിലിമിൻ്റെ ആ തുടക്കങ്ങളിൽ, ആ സവാക് ഫിലിമിൻ്റെ ആ യുഗത്തിൻ്റെ ആ തുടക്കങ്ങളിൽ ഫിലിമോമേ കൈ ഗായക അഭിനേതാക്ക, പാടുന്നവരും ഗായകന്മാരും അഭിനേതാക്കളും ബഡേ പർദോം പർ നസർ ആനെ ലഗെ, അങ്ങനെ വലിയ സ്ക്രീനിൽ അതായത് ഫിലിമിൽ അങ്ങനെ കാണപ്പെടാൻ തുടങ്ങി. അതായത് ഗായകന്മാരും പിന്നെ അഭിനേതാക്കളും ഒരുമിച്ച് അങ്ങനെ സ്ക്രീനിൽ കണ്ടു തുടങ്ങി. നസർ ആനെ ലഗെ. ഹിന്ദി ഉറുദു ഭാഷാവും കാ മഹത്വ ബഡ, അങ്ങനെ ഹിന്ദി ഉറുദു ഭാഷകളുടെ മഹത്വവും കൂടുകയാണ് ചെയ്തത്. സിനിമ മേ ദേഹ് ഓർ തക്നീക്കി ഭാഷ കി ജഗ ജൻ പ്രചലിത് ബോൾചാൽ കി ഭാഷാവും കാ ദാഖില ഹുവ. അപ്പോൾ സിനിമയിൽ ഈ ശരീരത്തിൻ്റെയും പിന്നെ ടെക്നിക്കലായിട്ടുള്ള കൈകളും കാലുകളും ഒക്കെ മൂവ് ചെയ്തിട്ടുള്ള ആ സൈലൻറ്റ് മൂവിയിൽ ഉപയോഗിച്ചിരുന്ന അതിന് പകരം ബോൾചാൽ കി ഭാഷാവും കാ, അതായത് സംസാരത്തിൻ്റെ ആ ഭാഷകൾ, സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളുടെ എൻട്രി തുടങ്ങി, അതായത് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഫിലിമിൽ. അപ്പോൾ സിനിമ ജ്യാദ ദേശി ഹുയി, അങ്ങനെ സിനിമ ജ്യാദ കൂടുതലായിട്ട് ദേശീയമായിട്ട് മാറി, അതായത് ഭാരതദേശത്തിൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. एक तरफ की नई आज़ादी थी, एक तरह की नई आज़ादी, ഒരു പുതിയ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ തന്നെ जिससे आगे चलकर हमारे दैनिक और सार्वजनिक जीवन का प्रतिबिंब फिल्मों में बेहतर होकर उभरने लगा. അങ്ങനെ ഞങ്ങളുടെ സാധാരണ ജീവിതത്തിൽ, ലോക്കൽ അല്ലെങ്കിൽ സാധാരണ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഫിലിമിൽ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ പ്രതിഫലിക്കാൻ തുടങ്ങി ആ ഫിലിമിൽ. ബെഹത്തർ ഹോക്കർ ഉഭർനെ ലഗ, ബെഹത്തർ എന്ന് പറഞ്ഞാൽ ഇനിയും നന്നായിട്ട് അതിൽ പ്രതിഫലിക്കാൻ തുടങ്ങി, ആ ഫിലിമിൽ കൂടുതലായിട്ട് കാണപ്പെടാൻ തുടങ്ങി. अभिनेताओं अभिनेत्रियों की लोकप्रियता का असर उस दौर के दर्शकों पर भी खूब पड़ रहा था. അപ്പോൾ അഭിനേതാക്കളുടെയും അഭിനേത്രികളുടെയും ആ ലോകപ്രിയത ആളുകളുടെ ഇടയിൽ അവർ ഫേമസ് ആയി തുടങ്ങി. അപ്പോൾ അവരുടെ ആ ലോകപ്രിയതയുടെ ആ അസർ, അതിൻ്റെ ഒരു എഫക്റ്റ് ആളുകളുടെ ആ ദർശകരുടെ ഇടയിലും കാണപ്പെടാൻ തുടങ്ങി. അതായത് മാധുരി നാം കി ഫിल्म में नायिका सुलोचना की हेयर स्टाइल ഉസ് ദോർമേ ഔറത്തോമേ ലോകപ്രിയ തി. അപ്പോൾ അവരെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം, അവരെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് അവരോട് ഇഷ്ടം കൂടിയത് കാരണം അവരെപ്പോലെ ആകാനുള്ള ശ്രമം. അതായത് മാധുരി എന്ന ഫിലിമിലെ ഒരു നായിക സുലോചന എന്ന ആക്ട്രസിൻ്റെ ഹെയർ സ്റ്റൈൽ ആ കാലത്ത് ഉസ് ദോർമേ ഔറത്തോമേ ലോകപ്രിയ തി, ആ കാലത്ത് ഉള്ള സ്ത്രീകളുടെ ഇടയിൽ അത് പ്രചലിതമായിരുന്നു. ഓർത്തെ അപ്നി കേസ് സജ്ജ ഉസി തറ കർ രഹി തി. അപ്പോൾ സ്ത്രീകൾ അവരുടെ മുടിയെ അലങ്കരിക്കുമായിരുന്നു അതേ രീതിയിൽ. ആ ആക്ട്രസ്, അതായത് നായിക സുലോചന എങ്ങനെയാണ് തൻ്റെ ഹെയർ സ്റ്റൈൽ സജ്ജീകരിച്ചത് അതുപോലെ അവർ അവരുടെ ഹെയർ സ്റ്റൈൽ മാറ്റുമായിരുന്നു. അർദേഷിർ ഇറാനി की फिल्मों में भारतीय के अलावा ईरानी कलाकारों ने भी अभिनय किया था. അപ്പോൾ അർദേഷിർ ഇറാനിയുടെ ഫിലിമിൽ, സവാക് ഫിലിമിൽ ഇറാനി കലാകാരന്മാരും ഭാരതീയ കലാകാരൻ മാത്രമല്ല അവരല്ലാതെ ഇറാനി കലാകാരന്മാരും അഭിനയിച്ചിട്ടുണ്ട്. സ്വയം ആലം ആര ഭാരത് के अलावा ശ്രീലങ്ക, ബർമ്മ और പശ്ചിം ഏഷ്യ में पसंद की गई. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ആലം ആര എല്ലാവരും ഇഷ്ടപ്പെട്ടത്. ശ്രീലങ്കയിലെയും ബർമ്മയിലെയും പശ്ചിമ ഏഷ്യയിലെയും ആളുകൾ ഇതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതായത് ആലമാര എന്ന ഫിലിം അവർ ആക്സെപ്റ്റ് ചെയ്തു. भारतीय सिनेमा के जनक फाल्के को सवाक सिनेमा के जनक अर्देशर ഇറാനി की उपलब्धि को अपनाना ही था. ഭാരതീയ സിനിമയുടെ ജനകനാണ് ദാദാ ഫാൽക്കെ. അപ്പോൾ ഫാൽക്കെക്കോ സവാക് സിനിമയുടെ ജനകനായ അർദേഷർ ഇറാനിയുടെ ആ ഉപലബ്ധി, അതായത് അക്കംപ്ലിഷ്മെൻറ്റ് അദ്ദേഹത്തിന് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. കാരണം വഹാസെ സിനിമ കാ എക് നയാ യുഗ് ശുരു ഹോ ഗയാ താ. അപ്പോൾ അവിടെ നിന്നുമാണ്, അതായത് അർദേഷർ ഇറാനിയുടെ ആ അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന സവാക് സിനിമ, അവിടെ നിന്നുമാണ് സിനിമയുടെ ഒരു പുതിയ യുഗം തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാദാ ഫാൽക്കെയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ അക്കംപ്ലിഷ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഉപലബ്ധി സ്വീകരിക്കേണ്ടതായിട്ട് തന്നെ വരും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതെനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. കീപ് റീഡിങ്, കീപ് ലേണിംഗ്. താങ്ക് യു.